രാഹുൽ ഗാന്ധി തയ്യാറാക്കിയ ശരശയ്യയിൽ കിടക്കുന്ന മോദി ഇപ്പോൾ ഭ്രാന്തമായ അവസ്ഥയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള വ്യഗ്രതയിലാണ്. ആരോപണങ്ങളിൽ കടപുഴകി നിയന്ത്രണം വിട്ട മോദിക്കെതിരെ ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്ന അനേക അഴിമതികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് മോദി ഇപ്പോൾ ഇത്തരമൊരു നീക്കവുമായി രംഗത്ത് വരുന്നത് എന്നാണ് രാജ്യം പറയുന്നത്. പൊതുവായ ഒരു ചർച്ച പോലും ചെയ്യാതെ, പ്രതിപക്ഷ പാർട്ടികളെ പോലും മുഖവിലക്കെടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരമൊരു നീക്കവുമായി മോദി വരുമ്പോൾ അത് കുറുക്കൻ്റെ കൗശലവും അതുവഴി രാജ്യത്തെ ആകെ തൻ്റെ കാൽക്കീഴിൽ വരുത്താനുള്ള തുടക്കവുമാണ് എന്ന് മനസ്സിലാക്കാം. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ വഴി അവതരിപ്പിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. അഴിമതി കേസിൽ ഉൾപ്പെട്ട് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് ബില്ലിൽ പറയുന്നത്. അധികാരം ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ സകലമാന ഏജൻസികളെയും തൻ്റെ കാൽച്ചുവട്ടിലാക്കിയ മോദിയും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത്ഷായും ജനാധിപത്യത്തെ പുച്ഛത്തോടെ കണ്ട് രാജ്യത്ത് കാടത്തം നടപ്പിലാക്കുന്ന ഇവർ ഈ ബില്ല് പാസാക്കിയെടുത്താൽ രാജ്യം വീണ്ടും മോദിയുടെ കാലിനടിയിൽ പെടുമെന്ന അവസ്ഥയാകും. പ്രതിപക്ഷം ഈ ബില്ലിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ശക്തമായി എതിർക്കാനുള്ള ശ്രമമാണ്. ഇത് കാടത്ത നിയമമാണ് എന്നാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. പ്രധാനമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണെന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനാണ് മോദി പ്രധാനമന്ത്രിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. 30 ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം. തുടർന്ന് മന്ത്രിമാരെ പുറത്താക്കണം. രാജിവെച്ചില്ലെങ്കിൽ 31ാമത്തെ ദിവസം ഇവർ മന്ത്രിമാരല്ലാതാകുമെന്നാണ് പറയുന്നത്. രാജ്യം മോദിയുടെ വോട്ട് കൊള്ളയിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും ആപൽക്കരമായ സാഹചര്യം ഈ രാജ്യത്ത് നടക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ അവർ വോട്ട് കവർന്നു, ഇനി നമ്മുടെ റേഷൻ കൂടി അവർ പിടിച്ചെടുക്കും. രാജ്യം ഒരു അസുര ഭരണത്തിൻ്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് കൊള്ളയുടെ തെളിവുകൾക്ക് മേൽ പ്രതിരോധിക്കാൻ കഴിയാത്ത മോദിയുടെ മൂക്കിന് മുന്നിൽ രാഹുൽ നടത്തുന്ന വോട്ടധികാര യാത്രയിൽ അട്ടപ്പടലം വിറങ്ങലിച്ച മോദി ഈ ബില്ല് അവതരണത്തിലൂടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ രാജ്യം ഒന്നാകെ വോട്ടധികാര യാത്രയുടെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി കഴിഞ്ഞു. സെപ്റ്റംബർ 1 പാറ്റ്നയിൽ യാത്ര അവസാനിക്കുമ്പോൾ കോടിക്കണക്കിന് ജനതയുടെ ആശങ്കകൾക്ക് മേൽ രാഹുൽ വ്യക്തമായ ഉത്തരം നൽകുമെന്നത് ഉറപ്പാണ്. മൗനം പൂകി രാജ്യത്തെ തകർക്കാനിറങ്ങുന്ന മോദി എന്ന ഭരണാധികാരിയുടെ പുറംപൂച്ച് പുറത്തു ചാടിക്കാൻ ഈ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് അധികമൊന്നും പണിപ്പെടേണ്ടി വരില്ല. രാജ്യം ഇന്ന് മോദിയുടെ ഭരണത്തിൽ അരക്ഷിതാവസ്ഥയുടെ നിറുകയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന രാജ്യമായ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം കഴുത്തുഞെരിക്കപ്പെട്ട അവസ്ഥയിലാണ്. താൻ അഴിമതിക്ക് അധിപനാണ് എന്ന് കാണിക്കാനുള്ള ചെപ്പട വിദ്യയാണ് മോദി ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ മോദിയുടെ ഭരണത്തിൽ അനുകൂലിക്കുന്ന ജനതാദൾ യുണൈറ്റ്സോ തെലുങ്ക് ദേശം പാർട്ടിയോ ഇതറിഞ്ഞിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഏതായാലും പരാജയഭീതിയിൽ പരക്കം പായുന്ന മോദി സെൽഫ് ഗോളടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ പ്രതിപക്ഷം ശക്തമായി മഹാമേരുവായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ മോദിയുടെ കാൽക്കീഴിൽ അമരാൻ വിട്ടുകൊടുക്കില്ല രാഹുൽ ഗാന്ധി എന്ന ധീര യോദ്ധാവ്. രാഹുലിന്റെ നേതൃത്വത്തിൽ രാജ്യം ഉണരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.